നമസ്കാരം. നമസ്കാരം. യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ വ്യാപാര കരാറിലേക്ക് എത്താൻ പോവുകയാണ്. ഹരി, അമേരിക്കയുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി, മാസങ്ങളായി ഈ സ്വതന്ത്ര വ്യാപാര കരാറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. അമേരിക്ക ഈ തീരുവ കുറയ്ക്കണം, സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടണം എന്നൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതിനവർ തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രശ്നം അവർ ഒരു ഭാഗത്ത് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള കരാർ മുട്ടി നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഒട്ടനവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴിതാ യൂറോപ്യൻ യൂണിയനുമായും കരാറിൽ ഏർപ്പെടുന്നു. 27ലധികം രാജ്യങ്ങളാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. ഇന്ത്യ വേഴ്സസ് 27 കൺട്രീസ് എന്ന നിലയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുക? ട്രംപ് വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ഒരു ആഗോള പ്രസക്തിക്ക് തന്നെ വലിയ രീതിയിലുള്ള മങ്ങലേറ്റിട്ടുണ്ട്. ട്രംപിനെ കുറിച്ച് ആദ്യം തന്നെ വലിയ സംശയങ്ങളൊക്കെ വന്നു കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം ട്രംപ് ഒരു റഷ്യൻ നോമിനിയാണോ എന്നുപോലുള്ള സംശയം വരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങൾ ട്രംപിനെ കുറിച്ചുണ്ട്. പക്ഷേ ഒരു ആഗോള പ്രസക്തിക്ക് വലിയ രീതിയിലുള്ള മങ്ങലാണ് ട്രംപ് വന്നതിന് ശേഷം ഏറ്റിട്ടുള്ളതെന്ന് ഉറപ്പാണ്. ഇപ്പോൾ ഇന്ത്യ അമേരിക്കയിലുള്ള ബന്ധം ഒരു വിള്ളലുണ്ടാകുന്നത് പോലെ തന്നെ കാനഡ വളരെ സ്വാഭാവികമായ അമേരിക്കയുടെ ഒരു അലൈനായ കാനഡയുടെ കാര്യത്തിൽ കാനഡ ഇപ്പോൾ പീസ് ബോർഡിൻ്റെ നിന്ന് കാനഡ പിൻവാങ്ങി പ്രഷർ ചെലുത്തി കാനഡയെ അതിലേക്ക് ഉൾപ്പെടുത്തിക്കാൻ വേണ്ടി അമേരിക്കയുടെ നയം ശരിയല്ല എന്ന് കാനഡ തന്നെ തുറന്നു പറഞ്ഞു. ഇനി ആ ഭാഗത്ത് ഡെൻമാർക്കിലേക്ക് പോയ ഡെൻമാർക്ക് തെറി ആണ് വിളിച്ചത്. ഒരു ബീപ്പ് സൗണ്ട് ഇട്ട് വിളിക്കാൻ പറ്റുന്ന തെറിയാണ് ട്രംപിനെ വിളിച്ചുകൊണ്ടാണ് ഡെൻമാർക്ക് വന്നത്. അത് ഗ്രീൻലാൻഡിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി ഗ്രീൻലാൻഡിൻ്റെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന് ബന്ധപ്പെട്ട് തർക്കം ലോകത്തിലെ എല്ലാ ഭാഗത്തും, ഇപ്പോൾ വെനസ്വേലയുടെ കാര്യത്തിലായാലും ട്രംപ് എടുത്ത നടപടിയെ ലോകരാജ്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇനി യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗത്തേക്ക് പോയാൽ അവിടെയും ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. നാറ്റോ സഖ്യം തന്നെ ഇല്ലാതാകുന്നു എന്നൊരു തോന്നലാണ് ലോകത്തിനുണ്ടായിരുന്നത്. ഇവിടെയാണ് മറ്റൊരു ലോകക്രമം ഉണ്ടാകുന്നു എന്ന രീതിയിൽ ഇന്ത്യ അതിൻ്റെ നെടുനായകത്വത്തിലേക്ക് വരുന്നതും കൂടി. അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് വ്യാപാര കരാർ ഉണ്ടാകുന്നു. വലിയ രീതിയിൽ കാറുകളുടെയൊക്കെ കാര്യത്തിൽ വലിയ രീതിയിൽ ഉള്ള ബന്ധത്തിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസ്, ഫിഷസിൻ്റെ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും വലിയ രീതിയിലുള്ള നീക്കുപോക്കുകളിലൂടെയുമായി ബന്ധപ്പെട്ട് പുതിയൊരു ലോകക്രമം ഉണ്ടായി വരികയാണ്. അതോടൊപ്പം തന്നെ ചബാർ പോർട്ടിൻ്റെയൊക്കെ കാര്യത്തിൽ ഇന്ത്യ വളരെ കൃത്യമായ രീതിയിലുള്ള തീരുമാനം. ഇന്ത്യയുടെ വിദേശ നയത്തിൽ ആരും തന്നെ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. ചബാർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നോട്ട് പോകുന്നു. അങ്ങനെ പുതിയ ഒരു ലോകക്രമം ഉണ്ടാവുകയും ആ ലോകക്രമത്തിൽ നിന്ന് അമേരിക്കയുടെ ഒരു പ്രസക്തി തന്നെ ഇല്ലാതാക്കുകയും ചെയ്യണം. പ്രത്യേകിച്ചും ട്രംപ് വന്നതിന് ശേഷം എന്നാണ്. ഇനി മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ളത് ഇനി വരും കാലത്തുള്ള നയങ്ങൾ പോലെ ഇരിക്കും. പക്ഷേ ഈ വ്യാപാര കരാറുമായി ഈ യൂറോപ്യൻ യൂണിയൻ എപ്പോഴും ഈ അമേരിക്ക പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ അമേരിക്ക മറ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക ഒരു തീരുമാനം പറയും. ആ തീരുമാനത്തിന് പിന്നിൽ ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഒരുമിച്ച് നിന്നിരുന്ന കാലഘട്ടത്തിൽ നിന്നും സഖ്യകക്ഷികളുടെ ഇടയിൽ തന്നെ അമേരിക്ക വെറുക്കപ്പെട്ട ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. ആ യൂറോപ്യൻ യൂണിയൻ തന്നെ ഇന്ത്യയുമായി അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ പെൻഡിങ്ങിലിരിക്കുമ്പോൾ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഡീൽ ചെയ്യുന്നു. ഇത് സത്യത്തിലൊരു ഷോക്കല്ലേ? അത് വലിയ ഷോക്കാണ്. വളരെ വലിയ രീതിയിൽ അമേരിക്കയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെ. കാരണം അതാണ് നമ്മൾ മുൻ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ ഒരു പ്രസക്തി ഇല്ലാതാകുകയാണ് ട്രംപ് വന്നതിന് ശേഷം. ഇപ്പോൾ നേരത്തെ ഒരു തമാശയായിട്ട് പൊട്ടിക്ക് സ്വാമി എന്ന് പറയും പോലെ ഇറാൻ്റെ വിഷയത്തിൽ ഞാൻ ഇപ്പം അടിക്കും, ഇപ്പം കുത്തിക്കളയും, ഇപ്പോൾ വെട്ടിക്കളയും എന്നൊക്കെ ട്രംപ് പറഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നും ഇല്ലാതായി മാറി. കാരണം ട്രംപിന് തന്നെ അമേരിക്കയ്ക്ക് തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം അവിടെയുള്ള ബേസുകൾ, അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾ ഇപ്പോൾ കുവൈറ്റിലായാലും ഖത്തറിലും ഒക്കെ ഉണ്ട്. ഈ മിലിറ്ററി ബേസുകൾ ചിലപ്പോൾ അമേരിക്ക സുരക്ഷ കൊടുക്കും. ബാക്കി കുവൈറ്റിനെയും ഖത്തറിനെ അടിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് സുരക്ഷയായിരിക്കും അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റും? ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇറാനിൽ ഈ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ജനതയ്ക്ക് മതിയായ സുരക്ഷ കൊടുക്കുക എന്ന് പറഞ്ഞു. എന്തായി? ഒന്നും ആയില്ല. സ്റ്റാർലിങ്കിൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി പോലും അവർ റദ്ദ് ചെയ്തുകൊണ്ട്, അതോടൊപ്പം തന്നെ ഇറാൻ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു നിരീക്ഷണ വിഭാഗമുണ്ട്, രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ഇതെല്ലാം ചേർന്ന് ഇവർക്ക് നല്ല രീതിയിലുള്ള പണിയാണ് കൊടുത്തത്. അങ്ങനെ അമേരിക്കയുടെ പ്രസക്തി ഇല്ലാതാകുന്നത്. ഇപ്പം
ചോദിച്ചതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ കരാറിൽ ഏർപ്പെടുന്നത്. അമേരിക്കയ്ക്ക് സത്യത്തിൽ വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അമേരിക്ക കണ്ണുരുട്ടിയാൽ വരുളുന്ന ഒരു ലോകക്രമത്തിൽ നിന്ന് ലോകം മാറി സഞ്ചരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിലൊക്കെ ചില നീക്കുപോക്കുകളും ചില കാര്യങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയൊക്കെ അവിടെ ഫ്ലാഗ് കൊണ്ടൊന്ന് കുത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു നീക്കുപോക്കുകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള ബാന്ധവങ്ങളുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ട്രംപിനെ ഒരു രീതിയിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ചൈനയാണ് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രീതിയിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമെന്ന്. ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നേതൃത്വത്തോടു കൂടി അമേരിക്കയെ ലോകത്തിൽ ഒരു രാജ്യത്തിനും വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്നാലും വരും കാലത്തിൽ അറിയാം ഇനി എന്താണ് ഇതിനുമായി ബന്ധപ്പെട്ട ഒരു ചലനമെന്ന്. ഈ ലോകക്രമത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വ്യാപാരം മാത്രം എടുക്കാം. ആ വ്യാപാരം മാത്രം എടുത്താൽ പോലും ഈ ട്രംപ് വന്നതിന് ശേഷം ലോകരാജ്യങ്ങൾ ഈ ഇൻ്റർനാഷണൽ ട്രേഡിനകത്തൊരു റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നില്ലേ? കാരണം അതുവരെ ഈ അന്താരാഷ്ട്ര വ്യാപാരം, ഈ ക്രോസ് ബോർഡർ ട്രേഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചട്ടക്കൂടിൽ ചില നിയമങ്ങൾക്കനുസരിച്ച് നടന്നു വന്നിരുന്നു. അതിൽ ചില ആളുകൾ സ്വാധീനം ചെലുത്തിയിരുന്നു, ചില ആളുകൾ വമ്പന്മാരായിരുന്നു, ചില ആളുകൾ ചെറിയ പാർട്ടികളായിരുന്നു. പക്ഷേ എന്നാലും ആ ഒരു ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. WTO ഉണ്ട്, നിയന്ത്രിക്കാൻ ഒട്ടനവധി ബോഡികളുണ്ട്. പക്ഷേ ട്രംപ് വരുന്നു, ട്രംപിന് ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങോട്ട് എടുത്തു മാറ്റുന്നു, ഇങ്ങോട്ട് എടുത്തു മാറ്റുന്നു. ഈ WTO എന്ന ചോദ്യം പോലും പിന്നീട് വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ ട്രംപിനെ നേരിടാനായി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരത്തെ പകരം മാറ്റിയിട്ട് ഇപ്പോൾ ഇന്ത്യ തന്നെ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തിരുന്ന രാജ്യമാണ്. ഇന്ത്യയിലേക്കുള്ള അമേരിക്കൻ ഇറക്കുമതി കുറവും കയറ്റുമതി കൂടുതലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 50% താരിഫ് വന്നതോടുകൂടി ഇന്ത്യ പതിയെ ആ മാർക്കറ്റിൽ നിന്ന് പിൻവലിയുന്നു, പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുന്നു. അതിലേക്കാണ് ഇപ്പോൾ പല രാജ്യങ്ങളും പോകുന്നത്. ഒരുപക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായി ഇങ്ങനെയൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതൊരു റീഅറേഞ്ച്മെൻ്റ് ആണ്. കാനഡ പോലും ചൈനയിലെത്തി താരിഫിനെ കുറിച്ച് ചർച്ചകൾ നടത്തുന്നു. സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സാധ്യതകൾ ആരായുന്നു. ആ സമയത്ത് ട്രംപ് കാനഡയെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ആക്കിക്കോ, നമുക്ക് കാണാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പല രാജ്യങ്ങളും, അമേരിക്ക ഒഴികെയുള്ള പല രാജ്യങ്ങളും ഈ ട്രേഡ് റീഅറേഞ്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഇതിൻ്റെ ഒരു ആത്യന്തികമായ ദോഷഫലം അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് തന്നെ ആയിരിക്കും. ഇപ്പോൾ WTOയുടെ കാര്യം, WTOയ്ക്ക് വളരെ കൃത്യമായ നോംസ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഗ്രീൻ ബോക്സ് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആംബർ ബോക്സ്, എങ്ങനെയാണ് സബ്സിഡി കൊടുക്കേണ്ടത്, ഇതിലെല്ലാത്തിലും വളരെ കൃത്യമായ ചട്ടക്കൂട് WTOയെ സംബന്ധിച്ചുണ്ടായിരുന്നു. ട്രംപിൻ്റെ ഒരു വരവോടുകൂടി ഈ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിലെല്ലാം തന്നെ ഒരു റീഅറേഞ്ച്മെൻറ്റ് വേണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു റീഅറേഞ്ച്മെൻറ്റ് വേണം എന്നൊന്നിലേക്ക്. കാരണം ആവശ്യമില്ലാതെ താരിഫുകൾ ഏർപ്പെടുത്തുക, സ്വന്തം ഇഷ്ടപ്രകാരം വിവിധ രാജ്യങ്ങളുമായിട്ട് രാജ്യങ്ങൾക്കെതിരെ തന്നെ താരിഫുകൾ ഒരു പകപോക്കൽ എന്ന രീതിയിൽ ഒരു ട്രംപിൻ്റെ നേരത്തെ ഈ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നയങ്ങളെ പിന്തുണച്ചുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എങ്കിൽ ഇപ്പോൾ ട്രംപിൻ്റെതായ നയങ്ങളുമായിട്ട് ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അതൊരു ഒറ്റയാൾ എന്ന രീതിയിൽ, ഒരു രാജ്യം എന്നതിനപ്പുറം ബുഷും മറ്റ് എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും അമേരിക്കൻ നയത്തെയാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ട്രംപ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിൻ്റെതായ ഒരു നയം, ട്രംപിൻ്റെതായ ബിസിനസ് പോളിസിയുമായിട്ടാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അതാണ് അമേരിക്കയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിലാണ് കൂടുതൽ രാജ്യങ്ങൾ അവരുടെ താരിഫുകളിലും മറ്റു കാര്യങ്ങളിലേക്കും പുതിയ ചർച്ചകളുമായിട്ട് മുന്നോട്ട്. ഇപ്പോൾ കാനഡയുടെ കാര്യത്തിൽ തന്നെ കാനഡ അമേരിക്കയുടെ സുരക്ഷയിലാണ് നിൽക്കുന്നത്, ഞങ്ങളെ പിണക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അമേരിക്കയ്ക്ക് അത്രമാത്രം ഒരു വലിയ രീതിയിലൊന്നും കാനഡയെ പോലുള്ള ഒരു രാജ്യത്തിനെ അട്ടിമറിക്കുവാനും അവരെ ഈ വെനസ്വേലയിലെടുത്ത് കാണിച്ചതുപോലെ ഒന്നും കാണിക്കുവാനൊന്നും സാധിക്കില്ല എന്ന് അമേരിക്കയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ എങ്കിലും അങ്ങനെ പറഞ്ഞു നോക്കുകയാണ് എന്തെങ്കിലും നടക്കുമോ എന്ന്. ഇത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ ഒരു മൾട്ടിപോളാർ വേൾഡിലേക്ക് വരുമ്പോൾ ആ മൾട്ടിപോളാർ വേൾഡിനകത്ത് തന്നെ അമേരിക്കയുടെ പ്രസക്തി വലിയ രീതിയിൽ ഇടിവ് സംഭവിക്കുകയും അതിൻ്റെ നായകത്വത്തിലേക്ക് ഇന്ത്യയും റഷ്യയും ഒക്കെ ആയിരിക്കും വരുന്നത്. അമേരിക്ക തീർത്തും അപ്രസക്തമായി പോകും. ഇത് ഇപ്പം ഇന്ത്യ താരിഫ് എന്നുള്ള നിലയിലേക്കാണ് ട്രംപിൻ്റെ പോക്ക്. പലരും പറയുന്നുണ്ട് മുൻപൊക്കെ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇത്തരത്തിലുള്ള അതൃപ്തി വന്നു കഴിഞ്ഞാൽ അവർ തോക്കെടുക്കുകയാണ് ചെയ്യാറ്. ഈ ട്രംപ് താരിഫ് എടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനൊരു വിഷയമുണ്ട്. പക്ഷേ ഈ തോക്കെടുത്താലും താരിഫ് എടുത്താലും
അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നത് ഒന്ന് തന്നെയാണോ? ഈ മറ്റ് രാജ്യങ്ങൾ സഫർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയല്ലേ? അല്ല, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല. കാരണം ഈ അമേരിക്കയ്ക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത്. കാരണം ഇപ്പോൾ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഒരു കൺസപ്ഷൻ ഓറിയൻറ്റഡ് എക്കണോമിയാണ്. അമേരിക്കയിലേക്ക് കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഈ അമേരിക്കയുടെ ബിസിനസ്സുകാർ ലോകവ്യാപകമായിട്ട് പല രാജ്യങ്ങൾക്കകത്തേക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ആ രാജ്യങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് പ്രൊഡക്ഷൻ അവർ നിയന്ത്രിക്കുന്നുണ്ട്. ഇത്തരം ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ അമേരിക്കയുടെ ഒരു മൾട്ടിനാഷണൽ കമ്പനികൾക്ക് ഇത് വലിയ രീതിയിൽ പ്രശ്നമുണ്ട്. തങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയും കൂടി, അതായത് അമേരിക്കൻ ബിസിനസ് താല്പര്യങ്ങൾ കൂടിയാണ് ട്രംപ് സത്യത്തിൽ അവഗണിക്കുകയും അവർക്കെതിരെ കൂടിയാണ് ട്രംപ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ട്രംപിനെ മറ്റ് ബിസിനസ്സുകാർ തന്നെ കൂട്ടിക്കെട്ടുന്ന ഒരു രംഗമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം അമേരിക്കയിൽ അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണകളുണ്ട്. ഈ നിസ്സാരക്കാരല്ല ഇത്തരം ഇൻവെസ്റ്റേഴ്സ്. ഈ ഇൻവെസ്റ്റേഴ്സിനെ തന്നെയാണ് ഈ സത്യത്തിൽ ട്രംപ് ദ്രോഹിക്കുന്നത്. ട്രംപിൻ്റേതായ ചില ബിസിനസ് പോളിസികളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ട്രംപ് ഒരു ഒന്നാം തരം ബിസിനസ്സുകാരനാണ്. ട്രംപിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം അയാൾ ഉണ്ടാക്കിയ വരുമാനത്തിന് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിക്ക് തന്നെ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പല മേഖലകളിലും അതിൻ്റെ ഇപ്പോൾ നേരത്തെ റിയൽ എസ്റ്റേറ്റും ഒക്കെയുള്ള മേഖലകളിലായിരുന്നു ട്രംപ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റു പല മേഖലകളിലേക്കും ട്രംപ് കയറിക്കൂടാൻ ശ്രമിക്കുന്നുണ്ട്. ട്രംപിൻ്റേതായ വ്യക്തിപരമായ സാമ്പത്തിക നേട്ടവും കൂടി ട്രംപ് ഇതിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ ഇപ്പോൾ സംശയങ്ങൾ വളരെ വ്യാപകമായിട്ടുണ്ട്. ഒപ്പം മറ്റ് അമേരിക്കൻ ബിസിനസ്സുകാരുടെ താല്പര്യങ്ങളെ കൂടി നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ട്രംപ്. അതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലം പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഉറപ്പായും അമേരിക്കൻസ് തന്നെയാണ്, ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ. അതായത് കൺസപ്ഷൻ ഓറിയൻറ്റഡ് എക്കണോമി ആണെങ്കിൽ കൂടിയും ഈ രീതിയിൽ ലോകവ്യാപകമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ട്രംപിൻ്റെ ഈ പോളിസി വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ഈ ട്രംപ് സത്യത്തിലൊരു മിസൈൽ പോലെ ആയിക്കഴിഞ്ഞു. ഏതൊരു രാജ്യത്തിനും നേരെയും എപ്പോൾ വേണമെങ്കിലും വരാം. അതിനെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ. കാരണം ട്രംപ് എന്ന അമേരിക്കൻ മിസൈൽ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞു. ഇങ്ങോട്ട് അത് വരാൻ തയ്യാറെടുക്കുകയാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഈ വ്യാപാര കരാറൊന്നും ഈ അടുത്ത കാലത്തെങ്ങും ഒപ്പിടാൻ കഴിയുമെന്ന്. അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണ്. ബ്രിക്സ് ശക്തി ആർജിക്കുന്നുണ്ട്. ബ്രിക്സിന് കോമൺ കറൻസി എന്ന നിലയിലേക്കൊക്കെ വരുന്നുണ്ട് കാര്യങ്ങൾ. അത് ഇനി അമേരിക്കയെ കൂടുതൽ ചൊടിപ്പിക്കുകയേ ഉള്ളൂ. അപ്പം അമേരിക്കൻ മിസൈലിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സജ്ജമാകുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ പുതിയ ലോകക്രമത്തിൽ. തീർച്ചയായും. കാരണം ഈ മിസൈലിന് ശക്തി തന്നെ ഇല്ലാതായി മാറിക്കഴിഞ്ഞു. കാരണം ഈ പറഞ്ഞ പോലെ ബ്രിക്സിനൊരു കോമൺ കറൻസി വരുന്നു. ലോകം ഈ പെട്രോ ഡോളറിൻ്റെ അടിസ്ഥാനത്തിൽ എനർജി കൈമാറ്റങ്ങൾക്ക് അവരവരുടേതായ കറൻസികൾ, ലോക്കൽ കറൻസികൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇന്ത്യ റഷ്യയുമായിട്ട് വ്യാപാരം ചെയ്യുന്നത് റൂബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇറാനുമായിട്ടാണെങ്കിൽ അത് റുപ്പിയുടെ അടിസ്ഥാനത്തിലാണ്. അതായത് ഡോളറിൻ്റെ ഒരു പ്രസക്തി ഇല്ലാതായിക്കൊണ്ടേയിരിക്കുന്നു. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. നേരത്തെ ഉണ്ടായ ഒരു രീതി പോലെയല്ല. അങ്ങനെ അമേരിക്കൻ ഡോളറിൻ്റെ പ്രസക്തി ഇല്ലാതാകുന്നു. അമേരിക്കയുടെ തന്നെ ശക്തി കുറയുന്നു. അമേരിക്കൻ ബിസിനസ് ലോകത്തിൻ്റെ ശക്തി താഴോട്ട് പോകുന്നു. ഇത് സത്യത്തിൽ ട്രംപ് അമേരിക്ക എന്ന ശക്തിയെ പൂർണ്ണമായും അപ്രത്യക്ഷമാക്കാൻ പോകുന്നു. അത് അസ്തമിപ്പിക്കാൻ പോകുന്നതിൻ്റെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. എന്തായാലും ഇനി അറിയാം ഇനി മുന്നോട്ട് പോകുമ്പോൾ. എന്തായാലും വ്യാപാര യുദ്ധം അത് തുടരുകയാണ്. വ്യാപാര യുദ്ധം ഇത്ര പെട്ടെന്ന് നമ്മുടെ രാജ്യത്തെ ബാധിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നതല്ല. പക്ഷേ ട്രംപിൻ്റെ വരവോടുകൂടി അതും വന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യ ആ വ്യാപാര യുദ്ധത്തെ പ്രതിരോധിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് യൂറോപ്യൻ യൂണിയനുമായി ഇപ്പോൾ ഒപ്പുവയ്ക്കാൻ പോകുന്ന ഈ കരാർ. നമസ്കാരം.